Hello, in this section we are discussing about the human life and economy of the Savannah region. Human life. Vast areas in the Savannah region remain unoccupied. Notable concentration of population are found in West Indies, Cuba, west coast of Middle America, eastern Brazil, Sudan and Nigeria. സവന്ന റീജിയന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും അൺഒക്കുപ്പൈഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇനി കുറച്ചുകൂടെ പോപ്പുലേഷൻ കോൺസെൻട്രേഷൻ കണ്ടുവരുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് വെസ്റ്റ് ഇൻഡീസ്, ക്യൂബ, അതുപോലെ തന്നെ മിഡിൽ അമേരിക്കയുടെ വെസ്റ്റ് കോസ്റ്റ്, ഈസ്റ്റേൺ ബ്രസീൽ, സുഡാൻ, നൈജീരിയ തുടങ്ങിയ പ്രദേശങ്ങളാണ്. വിത്തിൻ ദ സവന്ന ലാൻഡ് live many different tribes who are either pastoralists like Maasai of East African Plateau or settled cultivators like Hausa of Nigeria. സവന്നയ്ക്കകത്ത് തന്നെ ഒത്തിരി ട്രൈബൽ പീപ്പിൾ താമസിക്കുന്നുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള തൊഴിൽ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന ട്രൈബ്സാണ് അവിടെ കാണപ്പെടുന്നത്. ചിലർ പാസ്റ്ററൈറ്റ്സ് ആയിരിക്കും, അതായത് ഈസ്റ്റ് ആഫ്രിക്കൻ പ്ലേറ്റിൽ കാണപ്പെടുന്ന മസായി ട്രൈബ്സിനെ പോലെ. ചിലരാണെങ്കിൽ സെറ്റിൽഡ് കൾട്ടിവേറ്റേഴ്സ് ആണ്. അതായത് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹൗസ് ഓഫ് നൈജീരിയ. The people living in this biome are mainly farmers who grow cereals and other plants that can resist long dry spells such as millet, sorghum, barley, wheat, as well as peanuts, cotton, rice and sugarcane, while breeding prevails in drier savanna areas. ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആളുകളുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ്. അവർ പലതരത്തിലുള്ള ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ക്രോപ്സിനൊക്കെ പ്രത്യേകതയുണ്ട്. ലോങ് ആയിട്ടുള്ള ഡ്രൈ സ്പെല്ലിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്രോപ്സ് ആണ് അവർ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഉദാഹരണം മില്ലറ്റ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, സോർഗം അതായത് ചോളം കൃഷി ചെയ്യുന്നുണ്ട്, ബാർലി കൃഷി ചെയ്യുന്നുണ്ട്, വീറ്റ് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ ചില സ്ഥലങ്ങളിൽ പീനട്സും കോട്ടനും റൈസും ഷുഗർ കെയിനും ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഡ്രയർ ആയിട്ടുള്ള സവന്ന ഏരിയസിലാണെങ്കിൽ ബ്രീഡിംഗ് ആണ് കൂടുതൽ പ്രിവെയിൽ ചെയ്തിരിക്കുന്നത്, ആനിമൽ ഹസ്ബൻഡറി. ഫാം ആനിമൽസ് ആർ ജനറലി കാറ്റൽ, ഷീപ്പ്, ഗോഡ്സ് ആൻഡ് ഡോങ്കീസ്. ഇനി ഫാം ആനിമൽസിന് ഉദാഹരണം എന്ന് പറയുന്നത് കാറ്റൽസും ഷീപ്പും ഗോഡ്സും ഡോങ്കീസുമാണ്. Many people live in savanna. The Nubians in the upper Sudanese Nubia, the Kulango and the Akan in the Ivory Coast, the Bushmen and Hottentots in Namibia. നേരത്തെ പറഞ്ഞ രണ്ട് ട്രൈബിന് പുറമെ ഒത്തിരി ആളുകൾ സവന്നയുടെ പല പല റീജിയനിൽ താമസിക്കുന്നുണ്ട്. ഉദാഹരണത്തിൽ ബുഷ്മാനും ഹോട്ടൻടോക്സും എക്കാൻസും നെബിയൻസും ഒക്കെയാണ്. ഈ സവന്ന റീജിയനിലെ ഏറ്റവും പ്രമുഖരായ രണ്ട് ട്രൈബ്സിനെ നോക്കാം. ആദ്യത്തേത് മസായി. The best known people of this habitat are the Maasai. The Maasai are a number of groups who share the same language, culture and social similarities and who live scattered between Kenya and Tanzania. മസായി എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകളാണ്, ഒരു കൂട്ടം ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത അവർ ഷെയർ ചെയ്യുന്നത് സിമിലർ ആയിട്ടുള്ള സെയിം ആയിട്ടുള്ള ലാംഗ്വേജ് ഉണ്ട്. ഒപ്പം തന്നെ സെയിം ആയിട്ടുള്ള സോഷ്യൽ കൾച്ചറൽ ആസ്പെക്ട്സ് എല്ലാം അവർ ഷെയർ ചെയ്യുന്നുണ്ട്. ഇവർ സ്കാറ്റേർഡ് ആയിട്ടാണ് കാണപ്പെടുന്നത് കെന്യയ്ക്കും ടാൻസാനിയയ്ക്കും ഇടയിലുള്ള റീജിയനിൽ. They mainly live on sheep breeding but also on farming and trade. ഇനി അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് ഷീപ്പ് റിയറിങ് അല്ലെങ്കിൽ ഷീപ്പ് ബ്രീഡിംഗ് ആണ്. ഒപ്പം തന്നെ ഫാമിങ്ങും ട്രേഡും സെക്കൻഡറി ആക്ടിവിറ്റി ആയിട്ടുണ്ട്. Breeding provides the staples of the various diet. They only eat cow milk, meat and blood, while the old and the women also eat butter, litmus and flour. ഇനി ഇതിൻ്റെ വാരിയേഴ്സിൻ്റെ മസായിലെ വാരിയേഴ്സിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റേപ്പിൾ ഫുഡ് എന്ന് പറയുന്നത് കൗവിൻ്റെ മിൽക്കും മീറ്റും ബ്ലഡുമാണ്. അത് മാത്രമേ അവർ ഭക്ഷിക്കാറുള്ളൂ. ഇനി ഓൾഡും അതുപോലെ തന്നെ വുമൺ ആയിട്ടുള്ള ആളുകളും ഭക്ഷിക്കുന്നത് ഇതിന് പുറമെ ബട്ടറും ലെഗ്ബസും ഫ്ലോറും ഒക്കെ ഭക്ഷിക്കുന്നുണ്ട്. All of them eat a lot of honey while only the old and women are allowed tobacco. ഇനി എല്ലാ ആളുകളും ഹണി ഒരുപാട് കഴിക്കുന്നുണ്ട്, പക്ഷേ വുമനും ഓൾഡ് പീപ്പിളും മാത്രമാണ് ടുബാക്കോ യൂസ് ചെയ്യുന്നത്. മസായി ട്രൈബ്സിൻ്റെ ഒരു ട്രഡീഷണൽ ഹട്ടാണ് പിക്ചറിൽ കാണുന്നത്. മസായി വാരിയേഴ്സ് കൗവിൻ്റെ ബ്ലഡ് എടുക്കുന്ന ഒരു പിക്ചറാണ് കാണിച്ചേക്കുന്നത്. ആ വാരിയേഴ്സ് കഴിക്കുന്നത് കൗവിൻ്റെ ഫ്ലഷും അതുപോലെ തന്നെ മിൽക്കും ബ്ലഡുമാണ്. These people have plenty of traditional custom dating back to ancient times. Men wear their hair long, arranged in thick locks mixed with ochre and animal fat, while the women, old and the children must be thoroughly shaved. മസാ ട്രൈബ്സിൻ്റെ ഇടയിൽ ഒത്തിരി ട്രഡീഷണൽ കസ്റ്റംസ് ഇന്ന് നിലനിൽക്കുന്നുണ്ട്.
അതിലൊന്നാമത്തേതെന്ന് പറയുന്നത് ആണുങ്ങൾ മുടി നീട്ടി വളർത്തണം. അതായത് വാരിയർ ആയിട്ടുള്ള ആണുങ്ങൾ മുടി നീട്ടി വളർത്തണം. അത് നല്ല തിന്നിയിട്ടായിരിക്കണം വളർത്തേണ്ടത്. ഒപ്പം തന്നെ അതിൽ ആനുവൽ ഫാക്റ്റും റെഡ് ഓക്കർ മിക്സ് ചെയ്ത് ചേർക്കണം. ഓക്കർ എന്ന് പറയുന്നത് അയൺ ഓക്സൈഡിൻ്റെ ഒരു പൊടിയാണ്. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തായിരിക്കണം അവർ തലയിൽ തേൽക്കേണ്ടത്. അതേസമയം വിമനും ഓൾഡും ചിൽഡ്രനും ഇനി യുദ്ധക്കളത്തിൽ പോകാത്ത ആളുകളുണ്ടെങ്കിൽ അവരവരുടെ മുടി തറവായിട്ട് ഷേവ് ചെയ്തിരിക്കണം. Among all the inhabitants of the village, one in particular has a superior authority, the Oiboni, a sort of chieftain. ഇനി ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു കൂട്ടം ട്രൈബ്സ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ഇടയിൽ നിന്നും ഒരാൾക്കൊരു സുപ്പീരിയർ അതോറിറ്റി കാണും. അല്ലെങ്കിൽ ഒരു ഗ്രാമത്തലവനെ പോലെ അല്ലെങ്കിൽ ട്രൈബിൻ്റെ ഒരു തലവനെ പോലെ ഒരു വ്യക്തി കാണും. അദ്ദേഹത്തിനെ വിളിക്കുന്നത് ഒയ്ബോണി എന്നാണ്. ദ മസായ് സ്പീക്ക് ദ മാ ലാംഗ്വേജ്. മസായ് ട്രൈബ് സംസാരിക്കുന്ന ഭാഷ മാ ലാംഗ്വേജ് ആണ്. ഇത് മസായ് വാരിയേഴ്സിൻ്റെ ഒരു പിക്ചറാണ്. ഇത് നമുക്ക് കാണാൻ സാധിക്കും. വാരിയേഴ്സ് അല്ലാത്തവരൊക്കെ മുടി ഷേവ് ചെയ്തിട്ടുണ്ട്. വാരിയേഴ്സ് ആയവർ മുടി നീട്ടി വളർത്തി റെഡ് ഓക്കോഡും ആനിമൽ ഫാക്റ്റും മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഈ രണ്ട് പിക്ചറിലും കാണുന്നത് മസായ് മെൻ ആണ്. അവർ തലയൊക്കെ മുട്ടയടിച്ചിട്ടുണ്ട്. പ്രത്യേക രീതിയിലുള്ള ആഭരണമൊക്കെ കഴുത്തിലിട്ടിട്ടുണ്ട്. ഇനി യുദ്ധത്തിന് പോകാത്ത മസായ് മെന്നാണ് ഈ കാണുന്നത്. സവാനയിൽ കാണപ്പെടുന്ന രണ്ടാമത്തെ ട്രൈബൽ പോപ്പുലേഷൻ ഹൗസ. The Hausa, numbering more than 20 million, are the largest ethnic group in West Africa. വെസ്റ്റ് ആഫ്രിക്കയിലെ ലാർജസ്റ്റ് എത്നിക് ഗ്രൂപ്പാണ് ഹൗസ. പ്രധാനമായി നൈജീരിയയിലാണ് അവർ താമസിക്കുന്നത്. ലോകത്ത് ഏതാണ്ട് 20 മില്യൺ ഹൗസ പോപ്പുലേഷൻ ഉണ്ട്. They are widely distributed geographically and have intermingled with many different people. ഇവർ ജോഗ്രഫിക്കലി വൈഡ്ലി ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല മറ്റ് ആളുകളുമായിട്ട് അവർക്ക് ഒത്തിരി ഇന്റർമിംഗ്ലിംഗ് വന്നിട്ടുണ്ട്. The Hausa people are concentrated mainly in northwestern Nigeria and in adjoining southern Niger. Hausa is the most widely spoken language in West Africa. It is spoken by an estimated 22 million people. ഇനി ഈ ഹൗസ് ഓഫ് നൈജീരിയ സംസാരിക്കുന്ന ലാംഗ്വേജും ഹൗസയാണ്. അവർ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് സദേൺ നൈജർ റീജിയനിലും അതുപോലെ തന്നെ നൈജീരിയയിലെ നോർത്ത് വെസ്റ്റേൺ റീജിയനിലുമാണ്. ഇനി ഹൗസ എന്ന് പറയുന്ന ലാംഗ്വേജ് ആഫ്രിക്കയിൽ ഏതാണ്ട് 22 മില്യൺ പീപ്പിൾ സംസാരിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഒരു പോപ്പുലേഷൻ 20 മില്യൺ ആണെങ്കിലും ഇവർ പലരുമായിട്ട് ഇന്റർമിംഗിൾ ചെയ്തിട്ട് അവരുടെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടും ഒക്കെ ഹൗസ യൂസ് ചെയ്യുന്നുണ്ട്. ഹൗസ സൊസൈറ്റി വാസ് and to a large extent continues to be politically organized on a feudal basis. ഇനി ഹൗസ സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഫ്യൂഡൽ ബേസിൽ നല്ല രീതിയിൽ പൊളിറ്റിക്കലി ഓർഗനൈസ് ചെയ്തൊരു സൊസൈറ്റിയാണ് ഹൗസ. The ruler of one of the several houses state is surrounded by a number of title office holders who hold villages as fiefs from which their agents collect taxes. ഇതിനെ ഒരു സുപ്പീരിയർ ആയിട്ടൊരു ആൾ വേണം. അദ്ദേഹത്തിന് റൂളർ അല്ലെങ്കിൽ എമേർ എന്ന് വിളിക്കാം. അദ്ദേഹം ഒത്തിരി ഹൗസ് ഓഫ് സ്റ്റേറ്റ്സിൻ്റെ ചാർജുള്ള ആളാണ്. അതിൽ തന്നെ ഈ സ്റ്റേറ്റ്സിൽ തന്നെ ഓരോ ഓഫീസ് ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും. ആ ഓരോ വില്ലേജ് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി അതിനകത്ത് തന്നെ കുറച്ച് ഏജൻസ് കാണും. ഇവരിൽ നിന്നൊക്കെ അവർ ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. Administration is aided by an extensive bureaucracy, often utilizing records written in Arabic. ഇനി ഇവരുടെ അഡ്മിനിസ്ട്രേഷൻ പർപ്പസ് ഒക്കെ നടത്തുന്നത് ബ്യൂറോക്രാറ്റ്സ് ആണ്. ഈ ബ്യൂറോക്രാറ്റ്സ് യൂസ് ചെയ്യുന്ന റിട്ടൺ റെക്കോർഡ്സ് എല്ലാം അറബിക് ലാംഗ്വേജിലാണ്. ഹൗസ എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്നത് ഇസ്ലാമിക് റിലീജിയൻ ആണ്. ട്രഡീഷണൽ ഹൗസ മെൻ ആണ്. ദ ട്രഡീഷണൽ ഹൗസ വിമൻ. ഇനി അവരുടെ ആർക്കിടെക്ചർ, അവരുടെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഹട്ടാണ് ഈ കാണുന്നത്. The Hausa economy has rested under intensity cultivation of sorghum, corn, millet and many other crops grown on rotation principles and utilizing the manner of villaining cattle. ഹൗസ കമ്മ്യൂണിറ്റി പ്രധാനമായിട്ടും ഫോളോ ചെയ്യുന്നത് അഗ്രികൾച്ചർ ആണെന്ന് പറഞ്ഞു. ഇവർ ഇൻറ്റൻസീവ് കൾട്ടിവേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. പ്രധാനമായിട്ടും ക്രോപ്പ് റൊട്ടേഷൻ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. കോണും മില്ലറ്റും സോർഗും മറ്റ് ഒത്തിരി ക്രോപ്സ് അവർ റൊട്ടേഷൻ മെത്തേഡിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മാന്യൂർ എന്ന് പറയുന്നത് അവരുടെ കാറ്റിൽസ് നിന്നും ലഭിക്കുന്ന മാന്യൂറാണ് യൂസ് ചെയ്യുന്നത്. They do not practice shifting cultivation. അവർ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല. ബിസിനസ് അഗ്രികൾച്ചർ they make use of domesticated animals. അഗ്രികൾച്ചറിനൊപ്പം തന്നെ ആനിമൽ ബ്രീഡിങ്ങും അവർ നടത്തുന്നുണ്ട്. Agricultural activity has yielded considerably more than subsistence, permitting the Hausa to practice such craft specialization as thatching, leather working, weaving and silversmithing. ഇനി അഗ്രികൾച്ചറിനും ആനിമൽ ഹസ്ബൻഡറിക്കും പുറമെ
ഹൗസ കമ്മ്യൂണിറ്റി പ്രധാനമായിട്ടും ചെയ്യുന്ന തൊഴിലെന്ന് പറയുന്നത് ടാച്ചിങ് ചെയ്യുന്നുണ്ട്, ലെതർ വർക്ക് ചെയ്യുന്നുണ്ട്, വീവിങ് ചെയ്യുന്നുണ്ട്, സിൽവർ സ്മിത്തിങ്ങും ചെയ്യുന്നുണ്ട്. ദ ഹൗസ ലിവ് ഇൻ ടൗൺസ് ആൻഡ് വില്ലേജസ്. മസായ്സിനെ പോലെയല്ല, ഹൗസ കുറച്ചുകൂടെയൊക്കെ അഡ്വാൻസ്ഡ് ആണ്. അവർ പ്രധാനമായിട്ടും വില്ലേജിലും ടൗൺസിലും ഒക്കെയാണ് താമസിക്കുന്നത്. അഗ്രികൾച്ചർ. സവന റീജിയനിൽ പ്രധാനമായിട്ടും രണ്ട് രീതിയിലുള്ള കൃഷിരീതികളാണ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒന്ന് ഫാമിങ്ങും രണ്ടാമത്തത് ആനിമൽ ഹസ്ബൻഡറി. ഈ ഫാമിങ്ങിൽ തന്നെ ഒത്തിരി ദിവസം നീണ്ടു നിൽക്കുന്ന ഡ്രൈ ആയിട്ടുള്ള ആ ഒരു ക്ലൈമറ്റിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്രോപ്സ് ആണ് പ്രധാനമായിട്ടും മില്ലറ്റ്സും ബാർലിയും വീറ്റും മെയ്സും ഒക്കെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞു. ഇനി ഇൻ ദ ഏരിയാസ് ഓഫ് കോണ്ടാക്ട് വിത്ത് ഫോറിൻ സെറ്റിൽമെന്റ് ദ നേറ്റീവ്സ് പ്രൊഡ്യൂസ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഫോർ സെയിൽ. ഇനി എവിടെയൊക്കെയാണോ കോളനിവൽക്കരണം ഉണ്ടായിട്ടുണ്ടായിരുന്നത്, ഫോറിനേഴ്സുമായിട്ട് ഇവിടെയുള്ള ട്രൈബ്സിന് ഒരു കോണ്ടാക്ട് വന്നിട്ടുള്ളത്, അവിടെയൊക്കെ അവർ അഗ്രികൾച്ചർ സ്വന്തം ആവശ്യത്തിന് മാത്രമല്ല പുറമെ വിൽക്കാൻ വേണ്ടിയും പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. The subsistence agriculture gave way to commercial agriculture with cash crop. സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ, അതായത് സ്വന്തം നിലനിൽപ്പിനുള്ള സ്വന്തം ആവശ്യത്തിന് മാത്രം കൃഷി ചെയ്തിരുന്ന രീതി മാറിയിട്ട് കൊമേഴ്ഷ്യൽ അഗ്രികൾച്ചറും അതും നാണ്യവിളകളുള്ള കൊമേഴ്ഷ്യൽ അഗ്രികൾച്ചർ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തുടങ്ങി. പ്ലാന്റേഷൻ അഗ്രികൾച്ചർ. എവിടെയൊക്കെയാണ് പ്ലാന്റേഷൻ അഗ്രികൾച്ചർ ഡോമിനൻ്റ് ആയിട്ട് കാണപ്പെടുന്നതെന്ന് നോക്കാം. Sugarcane is prevalent in Brazil and Central American countries, cotton in eastern Brazil and tobacco in Zimbabwe. Commercial scale animal husbandry is not developed in savanna. മറ്റ് ഗ്രാസ്ലാൻഡ്സിലെ പോലെയൊന്നും കൊമേഴ്ഷ്യൽ രീതിയിൽ ഇവിടുത്തെ ആനിമൽ ഹസ്ബൻഡറി വികസിച്ചിട്ടില്ല. അതിനെന്താണ് കാരണങ്ങളെന്ന് നോക്കാം. ഗ്രാസ് ബിക്കം ഡ്രൈ ആൻഡ് ഹാർഷ് ഡ്യൂറിങ് സമ്മർ. ഇവിടെ ഡ്രൈ സീസണാണ് കൂടുതലെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ സമ്മർ സീസൺ ആകുമ്പോൾ ഗ്രാസ് ഡ്രൈ ആയും ഹാർഷായും പോകാറുണ്ട്. ഡ്യൂറിങ് റെയിനി സീസൺ ഫ്ലഡ്സ് ഇൻ അൺറ്റൈഡ് ഗ്രേസിംഗ് ലാൻഡ്സ്. രണ്ടാമത്തത് റെയിനി സീസൺ ഉള്ള സമയത്ത് നിലങ്ങളെല്ലാം ഫ്ലഡഡ് ആയിട്ട് മാറും. Cattle suffer from many diseases. In Africa, snakes and other predatory animals take a toll of livestock. For example, tsetse fly. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് കാറ്റിൽസിൽ ഒത്തിരി അസുഖങ്ങൾ വരാറുണ്ട്. പ്രത്യേകിച്ച് സെറ്റ്സി ഫ്ലൈയുടെ ഒക്കെ അറ്റാക്ക് കൊണ്ട് ഒത്തിരി ഡിസീസ് വരാറുണ്ട്. മറ്റൊന്ന്, ആഫ്രിക്കയിലെ ഒത്തിരി പ്രൊഡേറ്ററി ആനിമൽസ് ഉണ്ട്, സ്നേക്സ് ഉണ്ട്. ഇതൊക്കെ തന്നെ ലൈഫ് സ്റ്റോക്കിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പ്രൊഡക്റ്റീവ് ബ്രീഡ്സ് ഡു നോട്ട് ത്രൈവ് അണ്ടർ ഹൈ ടെമ്പറേച്ചർ. നല്ല പ്രൊഡക്ഷനുള്ള ആനിമൽ ബ്രീഡ്സ് അത്രത്തോളം ടെമ്പറേച്ചറിൽ നിലനിന്ന് പോകത്തില്ല. അവർക്കൊരു കൂൾ ടെമ്പറേച്ചർ ആയിരിക്കും ആവശ്യം. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. പ്രൊഡക്റ്റീവ് ബ്രീഡ്സും ഇവിടെ കുറവാണ്. ആൻഡ് പുവർ മാർക്കറ്റിംഗ്. അപ്പോൾ ഇത്രയും കാര്യം കൊണ്ടാണ് ആനിമൽ ഹസ്ബൻഡറി കൊമേഴ്ഷ്യൽ ലെവൽ ഇവിടെ ഡെവലപ്പ് ചെയ്യാത്തത്. മൈനിങ് ആൻഡ് മാനുഫാക്ചറിങ്. പ്രധാനപ്പെട്ട റിസോഴ്സസ് ഒക്കെ ഏതൊക്കെയാണ്, അതെവിടെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. പെട്രോളിയം ഈസ് മെയിൻലി ഫൗണ്ട് ഇൻ മഗ്ഡലന വാലി ഓഫ് കൊളംബിയ, ടാമ്പിക്കോ റീജിയൻ ഓഫ് മെക്സിക്കോ, മഴക്കാബിയോ ബേസിൻ ആൻഡ് ലോവർ ഓർണിക്കോ വാലി ഇൻ വെനസ്വേല. And iron ore resources are found in Guiana Highlands, and bauxite is found in Jamaica, and copper uranium is found in Katanga district of Congo, and tin and coal in Nigeria. മറ്റു പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. Cigars are produced in Cuba, sugar refining in Hawaii Islands, textile industry in Brazil, oil refining in Venezuela, and the Hawaiian Islands and the West Indies have a flourishing tourism industry. Finally, the major cities in Savannah region: Havana in Cuba, Haiti and Kingston in Jamaica, Panama, the capital of Panama, Barranquilla of Colombia, Maracaibo of Venezuela, Brazil of Brazil, Honolulu of Hawaii, and Cana of Nigeria.